കരുണയോടെ നോക്കണം മാതാപിതാക്കളെ, എപ്പോഴും സ്നേഹത്തോടെ. അവരെ കരുണയോടെ നോക്കുന്നത് തന്നെ ഹജ്ജ് ഉംറ ചെയ്ത് കൂലിയാണ്. ആ ഉമ്മ പോയാൽ തീർന്നു. പിന്നെ യൂട്യൂബിൽ പ്രസംഗം ഉമ്മാനെ കുറിച്ച് കേട്ടിട്ട് കരയാനല്ലാണ്ട് വേറെ പരിഹാരമൊന്നും ഉണ്ടാവില്ല. ഉമ്മ ഉള്ള കാലത്ത് ഈ കൂലി മുഴുവനും വാരിക്കൂട്ടണം. നമ്മുടെ ഉമ്മ നമ്മുടെ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലോകത്തെ മുഴുവൻ ലൈറ്റും നമ്മുടെ കണ്ണിലുണ്ടെന്നാണ്. ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇനി ഒരു ലൈറ്റും നമ്മുടെ കണ്ണിലില്ല എന്നാണ്. വീട്ടിലെ CFL ഓഫാക്കി എന്നല്ല, സൂര്യന് അസ്തമിച്ച പോലെയാ. ഇനി ഒരു പ്രശ്നം ആരോടെ പറയാ? ഒരു തണുപ്പുള്ള കൈ നമ്മുടെ നെറ്റിത്തടത്തിലോ വന്നിട്ട് പേടിക്കേണ്ട മോനും ഉമ്മയില്ലേ എനിക്ക് ഇങ്ങനെ പറയാൻ ഒരാളുണ്ടാകുന്നത്ര കാവൽ നമുക്ക് വേറെ എവിടെയും കിട്ടുക? വേറെ ആരോടാ ഇത് പറയാ? പനിയൊക്കെ വന്ന കാലത്ത്, കുഞ്ഞിളം കാലത്ത് ഉമ്മ ഇടക്കിടേ വരും നമ്മുടെ അടുത്ത്. നെറ്റിയിൽ ഇങ്ങനെ കുറവുണ്ടാവാന്. അന്ന് രാത്രി ഒരു തരി ഉമ്മ ഉറങ്ങിയിട്ടുണ്ടാവും. അതിന് ഉമ്മക്ക് ഉറക്കം കിട്ടുമോ? സ്കൂളിലൊക്കെ അയക്കുന്ന കാലത്ത് ദോശ ഒക്കെ പാചകം ചെയ്യുമ്പോൾ ഒരു ദോശ ചുട്ട് വേഗം നമ്മുടെ പ്ലേറ്റിലേക്ക് ഇട്ട് ഇതങ്ങനെ കറി ഒഴിക്കും. അപ്പൊ ഉമ്മ ഇങ്ങനെ നടന്നിട്ട് ചുടുമ്പോൾ വിഷമാന്നല്ലോ. എന്ത് വിഷമടാ? അതിൻ്റെ ഇടയിൽ കാലിന് വേദന ഉണ്ടാവും, നടുവേദന ഉണ്ടാവും. എന്നാൽ എത്ര ദോശയാണ് നമ്മളെ കൊണ്ട് തിന്നിപ്പിച്ചത് ഉമ്മ. എന്നിട്ട് കളിച്ച് ഗ്രൗണ്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മ തിന്നാൻ വിചാരിച്ച് 2 ദോശയോ പത്തിരിയോ പത്തലോ അവിടെ ഉണ്ടാവും. ഉമ്മ കുളിച്ച് വൃത്തിയായി അടുക്കളയൊക്കെ ഒന്ന് ശരിയാക്കി പാത്രമൊക്കെ കഴുകിയിട്ട് തിന്നാൻ 11:30 എന്ന് കരുതുമ്പോഴാണ് നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ഉമ്മ എന്തെങ്കിലും തിന്നാനുണ്ടോ? ഉണ്ടല്ലോ, ഫുഡ് ഉണ്ടല്ലോ. നീ എന്തായാലും ചോദിക്കുമെന്നറിയാം, എടുത്തു വെച്ചു. ഉമ്മ ഭക്ഷണം ചോദിച്ചോ? എന്താ അറിയണോ, ഇന്ന് തീരെ ഒരു വിശപ്പില്ല. ഇതിനെന്താ പറയേണ്ടത്? സത്യം പറഞ്ഞു എന്നാണോ, കളവ് പറഞ്ഞു എന്നാണോ, സ്നേഹിച്ചു എന്നാണോ? വാക്കുകൾക്ക് അതീതമാണ് ഉമ്മ എന്ന 2 അക്ഷരം. വ്യാഖ്യാനങ്ങൾക്കും അപ്പുറത്താണ് ഉമ്മ എന്ന അക്ഷരം തന്നെ. ആ ഉമ്മ എന്ന പദത്തിൽ തന്നെ ഒരു ഉമ്മ വക്കലുണ്ട്. കൂട്ടുകാരെ, എന്തെങ്കിലും ഉമ്മയുടെ ഒരു മാക്സി നമ്മൾ അലക്കി കൊടുത്തിട്ടുണ്ടാവോ? ആൺപിള്ളേരോടാ ചോദ്യം. ഉണ്ടാവോ? ആ ഉമ്മാന്റെ മുമ്പിൽ നിന്ന് ശബ്ദം ഉയർത്തരുത്. കരുണയോടെ നോക്കണം.